ട്രാൻസാക്ഷൻസ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ റെന്റ് കൊടുക്കും അല്ലെ, മന്ത്ലി റെന്റ് കൊടുക്കും, ഈ ഒരു മാസം റെന്റ് കൊടുക്കും, അടുത്ത മാസം റെന്റ് കൊടുക്കും, അങ്ങനെ എല്ലാ മാസവും നമ്മൾ റെന്റ് കൊടുക്കുന്നില്ലേ, അത് ആവർത്തിച്ച് വരുന്നില്ലേ. അതേപോലെ തന്നെ സാലറി, എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കും, അതുപോലെ കമ്മീഷൻ കൊടുക്കും, നമുക്ക് ഇങ്ങോട്ട് കമ്മീഷൻ കിട്ടും. ഓക്കെ, സ്പീഡ് കൂടുതലാണോ? ഓക്കെ, ശരി. അപ്പോൾ റവന്യൂ നാച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിക്കറിങ് ആയിരിക്കും, ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് റെന്റ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഇതൊക്കെ എങ്ങനെയാ നമ്മൾ മന്ത്ലി കൊടുക്കുന്നതാണ് അല്ലെ. മന്ത്ലി കൊടുക്കുന്നതാവുമ്പോ തന്നെ അത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നില്ലേ. അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, റവന്യൂ നാച്ചറിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയാം. പിന്നെ ഇതെന്താണ്, ഷോർട്ട് ടേം നാച്ചർ ആയിരിക്കും. നമ്മൾ ക്യാപിറ്റൽ നാച്ചർ പറഞ്ഞ ലോങ് ടേം അല്ലേ, അപ്പൊ റവന്യൂ നാച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസത്തെ റെന്റ് കൊടുത്താല് ആ ഒരു മാസത്തേക്കല്ലേ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറം നമുക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം വേറെ റെന്റ് കൊടുക്കണം അല്ലെ. അതേപോലെ തന്നെയാണ് സാലറിയും. ആ ഒരു മാസത്തെ സാലറി കൊടുക്കുന്നത് എന്തിനാണ്, അവർക്ക് ആ ഒരു മാസം കിട്ടിയ ബെനിഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സാലറി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, റവന്യൂ നാച്ചുറൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. റിക്കറിംഗ് ആണ്, അതേപോലെ തന്നെ ഷോർട്ട് ടേം നാച്ചർ ആണ്. പിന്നെ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റവന്യൂ നാച്ചുറൽ ട്രാൻസാക്ഷൻ നമ്മൾ എവിടെയാ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും. ഇനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് അല്ലെ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുക. അതിന്റെ എഫക്ട് എവിടെയാ വരിക എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. അതേപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലുമാണ് നമ്മൾ റവന്യൂ നാച്ചുറൽ ട്രാൻസാക്ഷനെ കാണിക്കുക. പിന്നെ ഇവിടെയും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, റവന്യൂ പേയ്മെന്റ്സ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ്. ഇത് രണ്ടും ഓക്കെ ആയി, നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ, ക്യാപിറ്റൽ നാച്ചറും റവന്യൂ നാച്ചറും. ക്യാപിറ്റൽ നാച്ചർ എന്ന് പറഞ്ഞാൽ നോൺ റിക്കറിംഗ് ആണ്, റവന്യൂ നാച്ചർ എന്താണ്, റിക്കറിംഗ് ആണ്. എന്നാൽ ക്യാപിറ്റൽ നാച്ചർ എന്താണ്, ലോങ് ടേമിലേക്കാണെങ്കിൽ റവന്യൂ നാച്ചർ എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്കാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. പിന്നെ പറഞ്ഞത് നമ്മൾ ഇത് എവിടെ കാണിക്കുക എന്നാണ് പറഞ്ഞത്. ക്യാപിറ്റൽ നാച്ചുറലുള്ള ട്രാൻസാക്ഷനെ നമ്മൾ കാണിക്കുക ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. റവന്യൂ നാച്ചുറലുള്ള ട്രാൻസാക്ഷനെ നമ്മൾ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കും. രണ്ടിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസിപ്റ്റ് എന്നും. ഓക്കെ ആയോ? ഇപ്പൊ സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താന്ന് പഠിക്കണം അല്ലെ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റിൽ എന്താ പറയുന്നത്, റവന്യൂ റെസിപ്റ്റിൽ എന്താ പറയുന്നത്, ഇതെല്ലാം നമുക്ക് പഠിക്കണം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻക്രീസസ് ദി ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് അങ്ങോട്ട് പോകില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് പോയിട്ട് നമ്മൾ എന്ത് വരുന്നുണ്ട്, നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും, നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി, ആ ഒരു ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻക്രീസസ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചർ, അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ നാച്ചുറലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എന്താണ്, നോൺ റിക്കറിംഗ് ആണ്, അതേപോലെ തന്നെ ലോങ് ടേം നാച്ചർ ആണ്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോൺ റിക്കറിംഗ് ആണ്, ലോങ് ടേം നാച്ചർ ആണ്. ഇപ്പൊ ഒരു മെഷീനറി പർച്ചേസ് ചെയ്താൽ നമ്മൾ ഒരുപാട് കാലം അത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് ലോങ് ടേം നാച്ചർ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും മെഷീനറി പർച്ചേസ് ചെയ്യില്ല, ഒരു മെഷീനറി പർച്ചേസ് ചെയ്താൽ ഒരുപാട് കാലത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അത് എന്താണ്, നോൺ റിക്കറിംഗ് ആണെന്നും പറയാം. ഓക്കെ,
അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റിക്കറിംഗ് ആണ്, ലോങ് ടേം നേച്ചർ ആണ്. പിന്നെ എന്താണ് ബെനിഫിറ്റ് പറയുന്നത്? ഷോൺ ഓൺ അസെറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ക്യാപിറ്റൽ നേച്ചറിലെ ട്രാൻസാക്ഷനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു പറഞ്ഞു അല്ലെ. അപ്പോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കുക? അസെറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കാണിക്കുക. ഓക്കെ, ദെൻ ഇതിന് വരുന്ന എക്സാമ്പിൾസ് നോക്കൂ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദി അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഓർ ഫോർ മേക്കിംഗ് ദി ഫിക്സഡ് അസെറ്റ് ഇൻ ടു യൂസബിൾ കണ്ടീഷൻ ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പൊ നമ്മളിപ്പോ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്തു, ഒരു ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്താൽ അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ചെലവാക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വരും? ഇൻസ്റ്റലേഷൻ ചാർജ് വരും, അങ്ങനെയുള്ള എംപ്ലോയീസിന്റെ സാലറി അല്ലെങ്കിൽ വേജസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക. ഒരു ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചെലവ്, അതെല്ലാം എന്തിലാ വരിക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക. അതേപോലെ തന്നെയാണ് അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ, ഇംപ്രൂവ്മെന്റ്സ്, അഡീഷൻ, എക്സ്റ്റൻഷൻ ഓൺ ഫിക്സഡ് അസെറ്റ്. ഒരു ഫിക്സഡ് അസെറ്റിന്റെ മേലെ നമ്മൾ അക്വിസിഷൻ ചെയ്യുക, കൺസ്ട്രക്ഷൻ ചെയ്യുക, ഇംപ്രൂവ്മെന്റ് ചെയ്യുക, അഡീഷൻ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് അസെറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്താലും, ഒരു ഫിക്സഡ് അസെറ്റിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്താലും അത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക. ഒരു എക്സാമ്പിൾ നോക്കൂ. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ അതിൽ എന്തൊക്കെ കോസ്റ്റ് വരും? നമുക്ക് ആ ഒരു ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് വാങ്ങുന്ന ടൈമിൽ തന്നെ നമുക്ക് അവിടെ ഒരു പെയിന്റിങ് വരും അല്ലെ. ഒരു ന്യൂ ബിൽഡിംഗ് നമ്മൾ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെയിന്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അതിന് എന്തെങ്കിലും ലീഗൽ ചാർജസ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ലീഗൽ ചാർജസ് ഒക്കെ വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ആ ഒരു അസറ്റിന്റെ മേലെ എന്ത് കോസ്റ്റ് വന്നാലും അതെല്ലാം എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കൂടുതൽ എക്സാമ്പിൾസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ്പെൻഡിച്ചർ വിച്ച് ഇൻക്രീസസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെലവാക്കുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതെന്താണ്? നോൺ റിക്കറിംഗ് ആണ്, അതേപോലെ തന്നെ ലോങ് ടേം നേച്ചർ ആണ്. പിന്നെ നമ്മൾ എവിടെ കാണിക്കാന്ന് ചോദിച്ചാൽ അസെറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് കാണിക്കുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കാണിക്കുക. പിന്നെന്താ പറഞ്ഞത്? അതിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ പറഞ്ഞത്. നമ്മൾ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്യുന്നതും ആ ഒരു ഫിക്സഡ് അസെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ്. ക്യാപിറ്റൽ നാച്ചുറലിലെ രണ്ടാമത്തെ ഐറ്റം ആണ് വരുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ്. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസീപ്റ്റ്സ് വിച്ച് ഇൻക്രീസ് ദ ലയബിലിറ്റീസ് ഓർ കോസ്റ്റ് ടു റെഡ്യൂസ് ദ അസെറ്റ്. എന്താ പറയുന്നത്? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അസെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയാം. അത് മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ ഒരു അസെറ്റ് നമ്മൾ സെയിൽ ചെയ്യാണ്. അസെറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? നമ്മുടെ കയ്യിൽ നിന്ന് അസെറ്റ് പോവുകയല്ലേ ചെയ്യുന്നത്, നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അസെറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു അല്ലെ. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്. അതേപോലെ തന്നെ ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻക്രീസ് ദ ലയബിലിറ്റീസ് ഓർ കോസ്റ്റ് ടു റെഡ്യൂസ് ദ അസെറ്റ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാപിറ്റൽ റെസീപ്റ്റ് ഐറ്റംസ് എന്ന് പറയാം. റെസീപ്റ്റ്സ് വിച്ച് ഇൻക്രീസ് ദ ലയബിലിറ്റീസ് ഓർ കോസ്റ്റ് ടു റെഡ്യൂസ് ദ അസെറ്റ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ റിക്കറിംഗ് നാച്ചർ ആൻഡ് ലോങ് ടേം നാച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ക്യാപിറ്റൽ നാച്ചറിലെ എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ്? നോൺ റിക്കറിംഗ് ആണ്, അതുപോലെ ലോങ് ടേം നാച്ചർ ആണ്. ദെൻ ദേ ഡു നോട്ട് അഫക്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് എന്തുണ്ടാവില്ല? ഒരു എഫക്റ്റ് വരുന്നില്ല.
ഓൾറെഡി നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ നാച്ചുറലിൽ എല്ലാ ട്രാൻസാക്ഷൻസും എവിടെ മാത്രമേ കാണിക്കുള്ളൂ, ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഓർ ലോസിൽ ഇവിടെ എന്തുണ്ടാവില്ല, ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ഇത് കാണിക്കുക. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയാണ് കാണിക്കുക, അസറ്റ് സൈഡിലാണ് കാണിക്കുക. എന്നാൽ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ അതിനെ കാണിക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ദി ഫോം ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ക്യാപിറ്റൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ വാങ്ങി, അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ അവിടെ എന്താണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കണം, ആ ഒരു ഓണർക്ക് നമ്മൾ അത് തിരിച്ചു കൊടുക്കണം. അപ്പൊ അത് നമ്മുടെ ലയബിലിറ്റി അവിടെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെയാണ് ലോൺ റിസീവ് ചെയ്താല്, ലോൺ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്, റെസീപ്റ്റ് ആണ്. പക്ഷെ അത് നമ്മൾ തിരിച്ചടക്കണം, അതും നമുക്ക് എന്താണ്, ഒരു ബാധ്യതയാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, അസറ്റിനെ റെഡ്യൂസ് ചെയ്യുക, അസറ്റിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയാം. കൂടുതൽ എക്സാമ്പിൾ നോക്കൂ. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഫണ്ട് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്, ഷെയറും ഡിബെഞ്ചറും ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റിസീവ് ചെയ്താലും അത് എന്താണ്, ക്യാപിറ്റൽ റെസീപ്റ്റിലാണ് വരിക. അതേപോലെ തന്നെയാണ് ഗവൺമെന്റ് ഗ്രാൻസ്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഗ്രാൻസ് ഒക്കെ കിട്ടിയാൽ അതൊക്കെ എന്താണ്, നമ്മുടെ ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി ആണ്. കാരണം അത് നമ്മൾ തിരിച്ചു കൊടുക്കണം, ആ ഫണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലെ. ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ടൊക്കെ നമ്മളത് തിരിച്ചു കൊടുക്കണം. അപ്പൊ അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ റെസീപ്റ്റിൽ വരിക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ് വിച്ച് ഇൻക്രീസ് ദ ലയബിലിറ്റീസ് ഓർ കോസ്റ്റ് ടു റെഡ്യൂസ് ദി അസറ്റ്. ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ അസറ്റ് റെഡ്യൂസ് ചെയ്യാനും കാരണമാവുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ റെസീപ്റ്റ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്താണ്, നോൺ റിക്കറിംഗ് ആണ്, ലോങ് ടേം നാച്ചർ ആണ്. ലയബിലിറ്റി സൈഡില് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ റെസീപ്റ്റിനെ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല, പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു എഫക്റ്റും ഈ ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് കൊണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ പറഞ്ഞത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. എമൗണ്ട് റിസീവ്ഡ് ഇൻ ദി ഫോം ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ, ലോൺസ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫണ്ട് റിസീവ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്, ഗവൺമെന്റ് ഗ്രാൻസ് എക്സെട്ര. ഇപ്പൊ ക്യാപിറ്റൽ നാച്ചുറലിൽ രണ്ടും ഓക്കെ ആയോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീപ്റ്റും. ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ അല്ലെങ്കിൽ റവന്യൂ ആണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ചിലർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കുറെ എക്സാമ്പിൾസ് അങ്ങനെ പഠിച്ചു വെക്കും. നമ്മൾ പ്രീവിയസ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അത് നല്ലതാണ്, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് എങ്ങനെ വന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുന്നതിനോടൊപ്പം തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് ചിന്തിക്കാനുള്ളതും കൂടി നമുക്ക് കിട്ടണം. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇനി റവന്യൂ നാച്ചുറലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് കേട്ടോ പറഞ്ഞത്. റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസിനെ. ഇപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ റെസീപ്റ്റും ഉണ്ട് അല്ലെ. അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ പറയുന്നത്, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് ഓർ ഫോർ ഡേ ടു ഡേ എക്സ്പെൻസസ് ടു ക്യാരി ഓൺ ദി ബിസിനസ്. അതൊന്നുമില്ല, നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നോർമൽ ആയിട്ട് ബിസിനസ്സിൽ ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആവാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആവാം, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസ് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്.
അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ബിസിനസിന്റെ എഫിഷ്യൻസി, ആ ഒരു ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകളും, ഇപ്പൊ സാലറി കൊടുക്കുന്നത്, റെന്റ് കൊടുക്കുന്നത്, കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടിയാൽ, ഇൻട്രസ്റ്റ് കിട്ടിയാൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, റവന്യൂ നാച്ചുറലാണ് വരിക എന്ന് പറഞ്ഞു. ഇപ്പൊ സാലറി കൊടുക്കുക എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ നമ്മൾ കമ്മീഷൻ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്മീഷൻ പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് നമ്മൾ നോർമലി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താൽ അവിടെ എന്തൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാതും എന്തെല്ലാം വരിക, റവന്യൂ ഐറ്റംസിലാണ് വരിക. ഇപ്പൊ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ്, അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസസ് ടു ക്യാരി ഓൺ ദി ബിസിനസ്, അതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി റവന്യൂ നാച്ചർ നമ്മൾ പറഞ്ഞു റിക്കറിംഗ് നാച്ചർ ആണെന്ന് പറഞ്ഞു അല്ലെ, അതായത് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടാവും. അതിന് കറക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് സാലറി പേ ചെയ്യുന്നതും റെന്റ് പേ ചെയ്യുന്നതും ഒക്കെ. അതൊക്കെ എന്താണ്, ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ മന്ത്ലി ആവർത്തിച്ച് കൊടുക്കുന്ന, മന്ത്ലി അല്ല ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ എല്ലാ മാസവും നമ്മൾ ആവർത്തിച്ച് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ്, അങ്ങനെയുള്ള പേയ്മെന്റ്സിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ ബെനിഫിറ്റ് എക്സ്പയേഴ്സ് വിത്തിൻ 1 year. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ എന്താണ്, റവന്യൂ നാച്ചുറൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണെന്ന് പറഞ്ഞു അല്ലെ. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ വിത്തിൻ 1 yearന്റെ ഉള്ളിൽ അതിന്റെ ബെനിഫിറ്റ് തീരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ റെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 monthന്റെ ഉള്ളിൽ തീരുന്നുണ്ട് അല്ലെ. ഒരു മാസത്തേക്കാണ് അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്ന 1 monthലേക്ക് തീരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സാലറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിത്തിൻ 1 yearന്റെ ഉള്ളിൽ എക്സ്പയർ ആവുന്ന എല്ലാ ബെനിഫിറ്റും എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ഇനി നമ്മൾ റവന്യൂ നാച്ചുറൽ ട്രാൻസാക്ഷനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് കാണിക്കുക, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ അല്ലെ, കാരണം പേയ്മെന്റ്സ് ആണ്. അപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കും. ഇനി എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാലറി, വേജ്, റെന്റ്, റിപ്പയേഴ്സ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഒക്കെ എന്തിലാ വരിക, റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരിക. റിക്കറിംഗ് നാച്ചർ ആണ്, ഷോർട്ട് ടേം ആണ്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 1 yearന്റെ ഉള്ളിൽ തീരുന്നതാണ്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലുമാണ് കാണിക്കുക. ക്ലിയർ ആയോ? മനസ്സിലാക്കി വെച്ചാൽ ഈസിയാണ് ഇത്. പക്ഷെ പലർക്കും ഇത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേന്നൊക്കെ പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റവന്യൂ റെസീപ്റ്റ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു പേയ്മെന്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് പോകുന്നതാണ്. റവന്യൂ റെസീപ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ് അല്ലെ. എമൗണ്ട് റിസീവ്ഡ് ഔട്ട് ഓഫ് കണ്ടക്ടിങ് റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്. നമ്മൾ നോർമലി ഒരു ബിസിനസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ടുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയാം, റവന്യൂ റെസീപ്റ്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യാണ്, നമ്മൾ നോർമലി ഒരു ബിസിനസ് ഫേമിൽ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും ഗുഡ്സ് അല്ലെ. ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, റവന്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ നോർമലി അത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ പഠിച്ചു വെക്കുന്നത്. ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ റവന്യൂ എന്നല്ലേ പറയാം. അപ്പൊ അതൊക്കെ എന്തിലാ വരുന്നത്, റവന്യൂ റെസീപ്റ്റിലാണ് വരിക. അതേപോലെയാണ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്, കമ്മീഷൻ റിസീവ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് എന്തൊക്കെയാണോ കിട്ടുന്നത് ഒരു നോർമൽ ബിസിനസ്സിൽ, അതൊക്കെ എന്താണ്, റവന്യൂ റെസീപ്റ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഷോർട്ട് ടേം ആണ്, റിക്കറിംഗ് നാച്ചർ ആണ് അല്ലെ. എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് തവണ നമുക്ക് കിട്ടുന്നതാണ് ഈ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എവിടെയാ കാണിക്കുക എന്ന് ചോദിച്ചാൽ ഷോൺ ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം അല്ലേ നമുക്ക് കിട്ടുന്ന റവന്യൂ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇത് കാണിക്കുക. ഇനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലും കാണിക്കും. ഇത്രയേ ഉള്ളൂ റവന്യൂ റെസീപ്റ്റിൽ പറയാൻ.
നമ്മൾ ഒരു നോർമലി നമ്മൾ ബിസിനസ്സിന് കിട്ടുന്ന എല്ലാ എമൗണ്ടുകളും നോർമൽ ബിസിനസ് റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന എല്ലാ റെസീപ്റ്റുകളെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എവിടെയാ കാണിക്കുക എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലും കാണിക്കും. പിന്നെ പറയുന്നത് എക്സാമ്പിൾസ് ആണ്. അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇൻഡയറക്റ്റ് ഇൻകംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകംസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റംസ് ഏകദേശം എല്ലാ ഐറ്റംസും എന്താണ് റവന്യൂ റെസീപ്റ്റിലാണ് വരിക. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്, കമ്മീഷൻ റിസീവ് ചെയ്യുന്നത്, ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് റവന്യൂ റെസീപ്റ്റ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീപ്റ്റ് റവന്യൂ റെസീപ്റ്റ്, 4 ഓക്കെ ആയല്ലോ.